വിജയകൃഷ്ണൻ സാർ നമ്മളിവിടെ ആമുഖമായി പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും എമ്പുരാന്റെ ആവേശമാണ്, പ്രതികരണമാണ്. തിയേറ്ററുകൾ പൂരപ്പറമ്പാക്കിക്കൊണ്ട് ബ്രഹ്മാണ്ഡ മലയാള ചിത്രത്തിന് വലിയ വരവേൽപ്പാണ് എല്ലായിടത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിനിടയിലാണ് ജൂൺ 1 മുതൽ സൂചനാ പണിമുടക്കുമായി മലയാള സിനിമയിലെ നിർമ്മാതാക്കൾ രംഗത്ത് വരാൻ പോകുന്നതെന്നുള്ള ആശങ്കകളും. 2024 തുടക്കത്തിൽ ആദ്യത്തെ 3 മാസത്തെ കോടികളുടെ കണക്ക് നോക്കിയപ്പോൾ മലയാള സിനിമയ്ക്ക് വലിയ പ്രതീക്ഷയുടെ കാലമെന്നുള്ള ചർച്ചകളായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നീട് മലയാള സിനിമയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ നേരിടേണ്ടി വന്നു, ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. പിന്നീട് ഓണക്കാലമായപ്പോൾ വീണ്ടും സ്ഥിതി മാറി, 1-2 ചിത്രങ്ങൾ മികച്ച വിജയം തിയേറ്ററിൽ നേടി. പിന്നീട് വീണ്ടും ഈ ജനുവരി മുതൽ ഒരുപാട് ചോദ്യങ്ങളാണ് മലയാള സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇതിനിടയിലാണ് എമ്പുരാന്റെ ഈ മാർച്ച് 27 ആവേശകരമായ സ്വീകരണം. എന്താണ് സാറിന് തോന്നുന്നത്, ഈ എമ്പുരാന്റെ ആവേശം ഇതിനൊരു തുടർച്ച മലയാള സിനിമയിൽ വരുന്ന ആളുകളിൽ ഉണ്ടാകുമോ എന്നുള്ളത്? പ്രത്യേകിച്ചും കൂടുതൽ സിനിമകൾ വരാൻ പോകുന്നു, ഇതിൻ്റെ ഒരു പണത്തിളക്കം, അതൊരുപാട് ചോദ്യങ്ങളും വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉയർന്നു വന്നേക്കാം. അതിനേക്കാളേറെ പ്രതീക്ഷകളാണോ ആശങ്കകളാണോ? ആമുഖമായി പറയാനുള്ളത് എന്താണ് സാർ? ഞാൻ വളരെ കൗതുകത്തോടെ ഓർക്കുന്നത്, ഏതാണ്ട് ഒരു കൊല്ലം മുമ്പ് നമ്മൾ ഇതേ പരിപാടിയിൽ ഇവിടെ ഒത്തുചേർന്നതിനെക്കുറിച്ചാണ്. അന്ന് കുറേ പടങ്ങൾ ഈ 100 കോടി ക്ലബിൽ കയറുന്നതിൻ്റെ ആഹ്ലാദമാണ് പങ്കിട്ടത്. എല്ലാവരും വളരെ അതിൻ്റെ ഉത്സാഹത്തിലായിരുന്നു. അന്ന് ഞാനടക്കം പലരും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇത് സ്ഥായിയായി നിൽക്കാവുന്ന ഒന്നല്ല. ഇത് ചിലപ്പോൾ ഈ അവസ്ഥ മാറിപ്പോയേക്കാം. അങ്ങനെ മാറിപ്പോയാൽ വീണ്ടും എങ്ങനെ അതിനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിന്ത ഉണ്ടാവണം. അല്ലാതെ ഈ ആഹ്ലാദത്തിൽ മതി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അന്നൊരു സൂചന കൊടുത്തിരുന്നു. ഏതായാലും അതിനുശേഷം നടന്നിട്ടുള്ള ഈ അവസ്ഥകൾ കാണുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഇൻഡസ്ട്രി, മലയാള സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അത് ചെറിയ ചലച്ചിത്ര പരിസരമാണ്. ഇങ്ങനെ ലോകത്ത് ഏറ്റവും ശക്തമായ വ്യവസായവുമുണ്ട്, സിനിമാ വ്യവസായമുള്ള സ്ഥലങ്ങളുണ്ട്, ദുർബലമായ സ്ഥലങ്ങളുണ്ട്, അനിശ്ചിതമായ സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ശക്തമായ ആ ഇടത്തേക്ക് പോയിട്ടില്ല. അത് പോകാൻ ബുദ്ധിമുട്ടുമാണ്. കാരണം ഹോളിവുഡിനോടോ എന്തിനും ബോളിവുഡിനോടോ പോലും ആ തരത്തിൽ നമുക്ക് ചെന്ന് ഏൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു അനിശ്ചിതത്വം ഉണ്ടാകും. അപ്പോൾ ആ അനിശ്ചിതത്വത്തെ എങ്ങനെ നേരിടണം എന്നുള്ളതിലാണ് നമ്മൾ ബുദ്ധിപരമായി പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ മലയാള സിനിമയിലെ ഈ പ്രദർശകരെക്കുറിച്ചായാലും നിർമ്മാതാക്കളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അവരനുഭവിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് പറയാതെ ഇപ്പോൾ അവർ തിയേറ്ററുകൾ അടച്ചിടുന്നു, നിർമ്മാതാക്കൾ പണി നിർത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ പരിഹസിക്കാൻ എളുപ്പമാണ് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക്. പക്ഷേ അത് പാടില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അവരുടെ ഭാഗത്തുള്ള പ്രശ്നങ്ങൾ ആലോചിക്കുകയും അതിനെ ഏതെല്ലാം തരത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് ആലോചിക്കുകയും വേണം. അത് ആണ് ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം എന്നെനിക്ക് തോന്നുന്നു. കാരണം എമ്പുരാൻ വന്നു, പക്ഷേ ഈ എമ്പുരാൻ ആവേശം തുടർന്ന് മാസങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ പശ്ചാത്തലത്തിൽ ഒരിക്കലും തിയേറ്ററുകൾ അടച്ചിടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ എന്തെങ്കിലും ഒരു കളക്ഷൻ, അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ്. എന്തെങ്കിലും ഒരു ശുഭസൂചനകൾ വരുന്ന സമയത്ത് വാതിലടച്ച് കളഞ്ഞാൽ പിന്നെ ഉള്ളതും കൂടെ ഇല്ലാതെ പോകും. അതുകൊണ്ട് ആ ഒരു ചിന്തയോടുകൂടി വേണം മുന്നോട്ട് അവർ പോകാനും. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നന്നായിട്ട് എനിക്കറിയാം. കാരണം ഞാൻ ഈ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളാണ്. എത്രയോ ഈ അടുത്ത കാലത്തായിട്ട് പല തിയേറ്ററിലും പോയിട്ട് സിനിമ ഇല്ല എന്ന് പറയുന്ന കേട്ട് തിരിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ തിയേറ്റർ ഉടമ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ആ നിർമ്മാതാവിനെക്കുറിച്ചും. പക്ഷേ അത് പറയുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുന്ന പ്രത്യേക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പറയാനുള്ളത്, ഇതിവിടെ നിന്ന് നിരീക്ഷിക്കുക, ഇവിടെ നിന്ന് ഉടനെ വരാൻ പോകുന്ന പടങ്ങളും കൂടെ നോക്കിയിട്ട് അത് വളരെ നല്ല ഒരു ഇതിലേക്കാണ് പോകുന്നതെങ്കിൽ അവർ പുനരാലോചിക്കേണ്ടി വരും, പുനരാലോചിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ സിനിമാ വ്യവസായത്തെ തന്നെ അതൊരു തിരിച്ചടിയായിട്ട് മാറും.